നമസ്കാരം. നവകേരള സദസ്സ് നടത്തി കേരളത്തിൻ്റെ ഖജനാവിനെ കുട്ടിച്ചോറാക്കിയ നമ്മുടെ മുഖ്യമന്ത്രി വീണ്ടും ചില പദ്ധതികളുമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഫേസ് ടു ഫേസ് പരിപാടി, അതായത് മുഖാമുഖം പരിപാടി നടപ്പിലാക്കി യുവാക്കളുമായി സംവദിക്കുവാനുള്ള ശ്രമം നടത്തി. യുവാക്കളുമായി സംവദിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വന്ന ഫേസ് ടു ഫേസ് പരിപാടിയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ: ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള യുവാക്കളുമായി സംവദിക്കുവാൻ നമ്മുടെ ഈ മുഖ്യമന്ത്രിക്ക്, അതായത് പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന മുഖ്യമന്ത്രിക്ക് കഴിയില്ല എന്നാണ്. അത് 100% ശരിയായിരുന്നു എന്നുള്ളതാണ്. അതായത് ഫേസ് ടു ഫേസ് പരിപാടിയിൽ പ്രമുഖരുമായി മാത്രം, അല്ലെങ്കിൽ പ്രമുഖർ ചോദിക്കുന്ന എഴുതി കൊടുക്കപ്പെട്ട ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം പറയുന്ന മുഖ്യമന്ത്രിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആ മുഖാമുഖം പരിപാടിയിലും CPO റാങ്ക് ലിസ്റ്റിലുള്ളവരെ അവഗണിക്കുന്ന കാഴ്ചയും നമുക്ക് കാണേണ്ടി വന്നു. മുഖ്യമന്ത്രിക്ക് അവരോട് സംസാരിക്കാനൊന്നുമില്ല. കാരണം അർഹതപ്പെട്ട ജോലിക്കായിട്ടാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ. ആ ഉദ്യോഗാർത്ഥികളാണ് ഫേസ് ടു ഫേസ് പരിപാടിയിലും അവഗണിക്കപ്പെട്ടത് കഴിഞ്ഞ ദിവസം. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പൗരപ്രമുഖർക്ക് അവസരം നൽകിയിട്ടും ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം കേൾക്കാൻ മുഖ്യമന്ത്രിക്ക് സമയമായില്ല പോലും. മുഖ്യമന്ത്രിയും ഉദ്യോഗസ്ഥരും അതിനുവേണ്ടി തയ്യാറായിട്ട് പോലുമില്ല. 10,235 ഉദ്യോഗാർത്ഥികളാണ് നിയമനത്തിനായി കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയിൽ ഈ PSC മേഖലയിൽ നിന്ന് ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ ചോദ്യം ചോദിക്കുവാനുള്ള അവസരം വേണമെന്ന് അന്ന് പറഞ്ഞിരുന്നു. ഈ നവകേരള സദസ്സിലേത് പോലെ തന്നെ പക്ഷേ പൗരപ്രമുഖർക്ക് മാത്രമാണ് ചോദ്യം ചോദിക്കുവാനുള്ള അവസരം ലഭിച്ചത് എന്നുള്ളതാണ് വസ്തുത. അതാണ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞത്. അത് വളരെ കൃത്യമായിരുന്നു. 1 മണിക്കൂർ ചോദ്യം സദസ്സിലുണ്ടായിരുന്ന വിവിധ മേഖലകളിൽ ഉൾപ്പെട്ടവർ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരുന്നു. 1 മണിക്കൂർ മാത്രമാണ് കേട്ടോ സമയമെന്ന് പറയപ്പെടുന്നത്. മുഖ്യമന്ത്രി ഇതിനെല്ലാം കൂട്ടിച്ചേർത്ത മറുപടിയാണ് അവസാനം നൽകുന്നത്. അല്ലാതെ ഓരോ ചോദ്യങ്ങൾക്കും അദ്ദേഹം ഉത്തരം നൽകില്ല എന്നുള്ളതാണ്. ഇനി ചോദ്യം ചോദിക്കാനുള്ളവർ പേരും നമ്പറും വെച്ച് ചോദ്യം എഴുതി നൽകാൻ സംഘാടകർ ആവശ്യപ്പെടുകയാണ്. ചോദ്യം എഴുതി നൽകിയിട്ടും ഇതുവരെയും മറുപടി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എന്ന് പറയപ്പെടുന്നത്. ആകെ ലഭിച്ചത് ഫേസ് ടു ഫേസ് പരിപാടിയുടെ ഒരു ബാഗ് മാത്രമാണ്. 2023 ഏപ്രിൽ 13 നിലവിൽ വന്ന സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് മുഖ്യമന്ത്രിയുടെ ഒരൊറ്റ വാക്കുകൊണ്ട് ജീവിതം മാറി മറിയുമെന്ന പ്രതീക്ഷയിൽ ഇപ്പോഴും കാത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് ഏകദേശം 12-ാം ദിവസം ആവുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ തങ്ങൾക്ക് അർഹതപ്പെട്ട ജോലിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ജോലിക്കായിട്ട് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ എല്ലാവരും ചേർന്നുകൊണ്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നവകേരള സദസ്സിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ട് പോലും അതിന് പരിഹാരം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ആ പരിഹാരം കാണാതെ വന്നതോടെയാണ് ഈ വലിയ സമരവുമായിട്ട് അവർ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഈ തെരുവിലിറങ്ങിക്കിടക്കുന്ന പാവപ്പെട്ടവരെ കാണുവാനുള്ള കണ്ണും കാതും പോലും നമ്മുടെ ഈ മുഖ്യമന്ത്രിക്ക് ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി എന്തിനാണ് ഇത്തരത്തിലുള്ള പ്രഹസനങ്ങൾ നടത്തുന്നത് എന്ന് തന്നെയാണ് എൻ്റെ ചോദ്യം. ഞാൻ ആദ്യം മുതൽ ഈ മുഖാമുഖം പരിപാടിയുടെ പോസ്റ്റർ ഇറങ്ങിയത് മുതൽ പറയുന്ന ഒരു വാചകമാണ്: മുഖാമുഖം എന്ന് പറയപ്പെടുന്നത് പ്രമുഖർക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അല്ലെങ്കിൽ എഴുതി കൊടുക്കുന്ന ചോദ്യങ്ങൾ അത് ഉദ്യോഗസ്ഥർ കണ്ട് മനസ്സിലാക്കി വ്യക്തമാക്കിയതിനു ശേഷം ഈ ചോദ്യം ചോദിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞാൽ മാത്രം നൽകുന്ന ചില ചോദ്യങ്ങൾ. അല്ലാതെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടുപോയ, കഷ്ടപ്പെടുന്ന, ദാരിദ്ര്യം അനുഭവിക്കുന്ന, വേദനകൾ തിന്നുന്ന, അവരുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ വേണ്ടിയിട്ടല്ല ഈ മുഖാമുഖം പരിപാടി എന്നുള്ളത്. ഈ ഫേസ് ടു ഫേസ് പരിപാടി വച്ചിരിക്കുന്നത് പ്രമുഖർ എന്നുള്ളവർക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, കുറച്ച് സമയം കളയാം. മറ്റുള്ളതുപോലെ നാട്ടുകാർക്ക് വേണമെങ്കിൽ നോക്കുമ്പോൾ യുവാക്കളുമായി സംവാദത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു മുഖ്യമന്ത്രി എന്നൊരു 4 കോളം വാർത്തയും വരും. അപ്പോൾ അത്തരത്തിലുള്ള പദ്ധതികൾക്ക് വേണ്ടി മാത്രം, തൻ്റെ മുഖം അച്ചടിച്ച് വരേണ്ടതിന് വേണ്ടി മാത്രം, തൻ്റെ പേരെല്ലായിടത്തും കേൾക്കുന്നതിന് വേണ്ടി മാത്രം, അത് സോഷ്യൽ മീഡിയയിലാവട്ടെ, പത്രങ്ങളിലാവട്ടെ, ദൃശ്യമാധ്യമങ്ങളിലാവട്ടെ, എവിടെയും മുഖ്യമന്ത്രി യുവാക്കളുമായി സംവദിക്കുന്നു, മുഖാമുഖം പരിപാടി നടത്തുന്നു എന്ന് പറയുന്നതിലേക്ക് വേണ്ടി മാത്രം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. ആ പരിപാടിയിൽ പങ്കെടുക്കുന്നവരെന്ന് പറയപ്പെടുന്ന പൗരപ്രമുഖരും ഒപ്പം തന്നെ എഴുതി തയ്യാറാക്കി കൊടുത്ത ഉദ്യോഗസ്ഥർ, അവർ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ആ ചോദ്യങ്ങൾ മാത്രം ചോദിക്കാൻ വിധിക്കപ്പെട്ടവരും മാത്രമാകുന്നു മുഖാമുഖം പരിപാടിയിൽ. അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എണീറ്റ് നിന്നൊരു ചോദ്യം മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദിക്കുവാനുള്ള അവസരം നൽകാത്ത ഈ പരിപാടി എന്തിനാണ് യുവാക്കൾക്കാണ്, അല്ലെങ്കിൽ പൊതുസമൂഹത്തിനാണ്, പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറയാൻ പോകുന്നത്? നാണമില്ലേ നിങ്ങൾക്ക്? മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയെ നയിക്കുന്ന ഈ പാർട്ടിക്കും ഒപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിനും
ഉദ്യോഗസ്ഥരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ഈ പറയുന്ന പോലെ ഏറാൻ മൂളികളായി സല്യൂട്ട് നൽകി നിൽക്കേണ്ടി വരുന്ന ഗതികേടിലാണ്, ഓച്ചാനിച്ച് നിൽക്കേണ്ടി വരുന്ന ഗതികേടിലാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടക്കുന്ന ഈ കപട നാടകമുണ്ടല്ലോ, അതായത് നാട്ടുകാരെ പറ്റിച്ച് ഞങ്ങളിതാ ജനങ്ങളോട് സംവദിച്ചു കൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ പ്രശ്നങ്ങൾ, ഞങ്ങൾ നീറുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഈ AC റൂമുകളിൽ ഇരുന്ന് ചർച്ച നടത്തപ്പെടുന്നത് എന്ന് പൊതുസമൂഹത്തെ അറിയിക്കാൻ നടത്തുന്ന ഈ വൃത്തികെട്ട പൊറോട്ട നാടകമുണ്ടല്ലോ, അത് അവസാനിപ്പിക്കുക മുഖ്യമന്ത്രി.